പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ കാര്യത്തിലുള്ള തൻ്റെ പൊസസീവ്നെസ് ഒടുവിൽ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ക്രിഷ്. മാത്രവുമല്ല, താൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലുള്ളപ്പോൾ മറ്റൊരാൾ അവളെയും കൊണ്ട് തൻ്റെ കൺമുന്നിലൂടെ പോകുന്നത് ഒരിക്കലും അംഗീകരിക്കുന്നതിനായി തനിക്ക് സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് ക്രിഷ്. എന്തോ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഈ കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. കൺമണിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഇതേ തുടർന്ന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്ന ക്രിഷ് വീണ്ടും കൺമണിയെ കാണുന്നതിനായി പോയിരിക്കുകയാണ്. കൺമണിയുടെ വിശേഷങ്ങളും അന്വേഷിക്കുന്നതിന് ക്രിഷ് തയ്യാറാകുന്നു. ക്രിഷിനോട് സംസാരിക്കാൻ കൺമണിക്ക് ഇഷ്ടമാണ് എങ്കിലും ഒരു അകലം പാലിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നല്ലത് എന്നും, ഇല്ലെങ്കിൽ തനിക്ക് തന്നെയായിരിക്കും മനസ്സിന് വേദന ഉണ്ടാവുക എന്ന് തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് കൺമണി. പക്ഷേ ഇതിനിടയിലാണ് വരുൺ വീണ്ടും കൺമണിയെ കാണുന്നതിനായി ക്രിഷ് വരുന്നത് കാണാനിടയാകുന്നത്. ഇത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. ഇതോടെ ക്രിഷ് ഇനി കൺമണിയെ കാണുന്നതിനായി വരരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് വരുൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വിവാഹം നടക്കും എന്നും, അതിനിടയിൽ ഒരു തടസ്സമായി നിൽക്കുന്നത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് വരുണിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. വരുൺ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നും, വരുണിന്റെ ഭാര്യയല്ല അവൾ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ക്രിഷ്. അവൾ എൻ്റെ ഭാര്യയാണ്. ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നീ പറയുന്നതൊന്നും അനുസരിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ക്രിഷ്, മര്യാദയ്ക്ക് നീയാണ് അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടത് എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം വരുണിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് വരുൺ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഞാനുമായി അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. നീയും അതിൽ പങ്കെടുത്തതല്ലേ? അപ്പോൾ നീ കെട്ടിയ താലിക്ക് എന്ത് വാല്യൂ ആണ് ഉള്ളത് എന്ന് ചോദിക്കുന്നു. ഇതോടെ നാട്ടുകാരുടെ മുൻപിൽ വെച്ചാണ് ഞാൻ താലി കെട്ടിയത്. അതുകൊണ്ട് തന്നെ നിന്റെ എൻഗേജ്മെന്റിനേക്കാൾ കൂടുതൽ വിലയുണ്ട് എൻ്റെ താലിക്ക്. മാത്രവുമല്ല, താലി കെട്ടുക എന്ന് വെച്ചാൽ അവൾ ഇനി മുതൽ എൻ്റെ ഭാര്യയാണ് എന്നാണ് അർത്ഥം, അല്ലാതെ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നിന്നേക്കാൾ കൂടുതൽ അവകാശം അവളിൽ എനിക്കുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് വരുണിനോട് ക്രിഷ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് താലിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നീ നുണ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ അല്ല എന്ന് വ്യക്തമാക്കുന്ന ക്രിഷ്, നിനക്ക് സംശയമുണ്ട് എങ്കിൽ അവളെ പോയി കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി നിനക്ക് കാണാനും സാധിക്കും. അപ്പോൾ നീ ഇനി എന്നെ ഭരിക്കാൻ വരേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്ന ക്രിഷ്, അതുകൊണ്ട് തന്നെ നീ കൺമണിയെ കാണുന്നത് എനിക്കാണ് ഇഷ്ടമില്ലാത്തത്. അതുകൊണ്ട് നീ ഇനി അവളെ കാണാൻ ശ്രമിക്കരുത് എന്നുള്ള കാര്യവും അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് വരുൺ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വരുൺ ഇതേ തുടർന്ന് കൺമണിയെ കാണുന്നതിനായി ചെല്ലുന്നു. കൺമണിയോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന വരുൺ കൺമണിയുടെ കഴുത്തിൽ താലിയുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ ചോദ്യം
കൺമണിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് കൺമണി എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ്. വീട്ടുകാരുടെ മുമ്പിൽ വെച്ചാണ് വരുൺ ഇത് ചോദിക്കുന്നത്. എനിക്ക് സത്യാവസ്ഥ അറിയണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. കാര്യങ്ങൾ നീ തുറന്നു പറയണം എന്നും നിന്റെ കഴുത്തിലുള്ള താലി കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് താലി പുറത്തെടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് കൺമണിക്ക്. കൺമണിയുടെ വിവാഹം നടന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ ധനലക്ഷ്മി ഇങ്ങനെയൊരു ചതി നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്നാണ് ആരാണ് താലി കെട്ടിയത് എന്ന് ചോദിക്കുന്നു. മറ്റാരുമല്ല, കൃഷ് ആണ് ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് വ്യക്തമാക്കുന്ന വരുൺ അതുകൊണ്ട് തന്നെ ഈ ചതി വേണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. പക്ഷേ മനോജ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയാതെ അവളെ കുറ്റം പറയുന്നത് ശരിയല്ല എന്ന് പറയുകയും സംഭവങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കൺമണി അന്ന് നടന്ന കാര്യങ്ങൾ പറയുന്നതിന് തയ്യാറാവുകയും കൃഷ് സാറിനെ രക്ഷിക്കുന്നതിനായി ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ വരുൺ എങ്കിൽ വിവാഹത്തിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ തയ്യാറാണ്. കൺമണിയെ ഞാൻ തന്നെ വിവാഹം കഴിക്കും. ഈ വിവാഹം നടന്നതായി ഞാൻ കണക്കാക്കുന്നില്ല എന്ന് അറിയിച്ചത് കൺമണിയെ ഞെട്ടിച്ചു കളയുന്നു. ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.